ചുളിവുകൾ മാറ്റാനായിട്ടും അതേപോലെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും സൺ ടാന് പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി സ്കിൻ ഈവൻ ടോൺ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഒരു 3 ദിവസമായി കേട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേയേറെ തിരക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാണെന്നറിയോ, നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകളൊക്കെ മാറ്റിയിട്ട് സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ ഗ്ലോ ആവാനായിട്ടും പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. ചിലരുടെ ഫേസിൽ കുത്തു പോലുള്ള ചെറിയ കുത്തു പോലുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള പാടുകളൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്കിന്നിലെ ഡിസ്കളറേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ ടൈറ്റ് ആക്കാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ കോക്കനട്ട് ഓയിൽ കേട്ടോ. ഞാൻ എപ്പോഴും സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഐറ്റമാണ് കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ, ചുളിവുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ സൺ ടാന് പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ 1 സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് കുറച്ച് ഏറെ വേണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് കേടായി ഒന്നും പോകത്തില്ല. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡറാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് അലിഞ്ഞ് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനൊരു 1/4 സ്പൂണ് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. കോഫി പൗഡർ നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകൾ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പച്ച മഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മളിത് കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളല്ല, നമ്മൾ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന പച്ച മഞ്ഞളിൻ്റെ പൊടിയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള് പച്ചമഞ്ഞളാണ് പൊടിച്ചത് ഇട്ടേക്കുന്നത് കേട്ടോ. ഒരു 1/4 സ്പൂൺ ഒന്നുമില്ല, ഒരു നുള്ള് ഇട്ടാൽ മതി. പച്ചമഞ്ഞൾ നമുക്കറിയാം നമ്മുടെ സ്കിൻ നന്നായിട്ട് സുന്ദരമാക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും വാഷ് ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ വാഷ് ചെയ്യുന്ന ആ ഒരു സമയത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ കുറച്ച് നേരം അതിങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കോഫി പൗഡർ ഇതിലേക്ക് മിക്സ് ആയിക്കോളും കേട്ടോ. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ദിവസത്തേന് ഇത് കേട് കൂടാതെ തന്നെ പുറത്തിരുന്നോളും കേട്ടോ. അപ്പം നമ്മളിത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്കിന്നിൽ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആവാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റംസും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിത് മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 1 മണിക്കൂറിന് ശേഷം ഇത് വാഷ് ചെയ്യാവുന്നതാണ്. നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ പയറുപൊടി ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓട്സിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. ഞാൻ സാധാരണ പയറുപൊടി യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഉറപ്പായിട്ടും മാറും കേട്ടോ. നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാം. ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിന്ന് ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.